നമസ്കാരം. നാടിന്റെ വികസന രംഗത്ത് കൈമുദ്ര പതിപ്പിക്കുകയും പുരോഗതിക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്ന വ്യത്യസ്തവും വേറിട്ടതുമായ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വികസന സന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മധ്യ തിരുവിതാംകൂറിന്റെ ആരോഗ്യമേഖലയിലെ വേറിട്ട സാന്നിധ്യമായി ആതുര സേവനം, ആരോഗ്യ വിദ്യാഭ്യാസം, ഗവേഷണം, ചികിത്സാ സൌകര്യം എന്നീ രംഗങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണ് തിരുവല്ല പുഷ്പഗിരി ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ. ഒരു മെഡിക്കൽ കോളേജ് എന്നതിനപ്പുറം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മാതൃകാ സംരംഭമായി മാറുന്ന ഈ സെന്ററിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ. പുഷ്പഗിരിയുടെ ശ്വേതവസന്തം. ഒരു ഗ്രാമത്തിന്റെ മേലാപ്പ് മാറ്റി നഗരപരിവേഷം കൈക്കൊണ്ടിരിക്കുകയാണ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിന്റെ ഈ ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രം അതിവേഗ വികസനത്തിന്റെ പാതയിലുമാണ്. വിദേശ നാണ്യവരവും പ്രാദേശിക കാർഷികാധ്വാനവും വിദ്യാഭ്യാസ രംഗത്തെ മികവും ആതുര സേവന തൽപരതയുമെല്ലാം ഈ പട്ടണത്തെ കേരളത്തിലെ വികസന മഹിമയുടെ സ്വപ്നങ്ങളിലൊന്നാക്കി തന്നെ മാറ്റിയിരിക്കുന്നു. ക്രൈസ്തവ സഭകളുടെ മികവും മതസമന്വയത്തിന്റെ മാതൃകയുമാണ് ഒരുപക്ഷെ ഈ വളർച്ചയ്ക്ക് വളം വച്ചത്. ആ നേട്ടം അയൽപട്ടണങ്ങൾ മാതൃകയാക്കുമ്പോൾ തിരുവല്ലയുടെ ഖ്യാതിയും ഉയരുകയാണ്. ഈ ഖ്യാതിക്ക് നിസ്തുലമായ സംഭാവന നൽകുന്നതിൽ മലങ്കര സഭയും അതിന്റെ നേതൃത്വവും സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവല്ല അറിയപ്പെടുന്നത് തന്നെ കേരളം ആദ്യം കണ്ട സ്വാശ്രയ മെഡിക്കൽ കോളേജിന്റെ ഔന്നത്യത്തിലൂടെയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെ ട്രഷറി കെയർ നൽകുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏക സ്ഥാപനമെന്നതിലപ്പുറം ആരോഗ്യ ആതുര സേവന രംഗത്തെ വ്യത്യസ്ത സംരംഭങ്ങളുടെ ഒരു സംഗമമായി പുഷ്പഗിരി മാറിയിരിക്കുന്നു. അരനൂറ്റാണ്ട് പിന്നിട്ട നഴ്സിംഗ് കോളേജ്, ദന്തൽ മെഡിക്കൽ കോളേജ്, ഫാർമസി കോളേജ്, റിസർച്ച് സെന്റർ തുടങ്ങി വിദ്യാഭ്യാസ ആതുര സേവന മഹിമയും ഗവേഷണവും അതിലുപരി തൊഴിൽ സാധ്യതയുമൊക്കെ സമന്വയിച്ചിട്ടുള്ള ഒരു മാതൃകാ പ്രസ്ഥാനമായി ഈ കൂട്ടായ്മ മാറിയിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ വളർച്ചയുടെ ചരിത്രമാണ് പുഷ്പഗിരിയും അവകാശപ്പെടുന്നത്. 1930 മലങ്കര സഭ തിരുവല്ലയിൽ ആസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിനു മുന്നിൽ ഒരു ആഗോള ദർശനം തന്നെ ഉണ്ടായിരുന്നു. 1930 ഇവിടെ ഈ സഭ ആരംഭിക്കുമ്പോൾ ഒരു ആഗോള കാഴ്ചപ്പാടാണ് സഭയ്ക്ക് ഉണ്ടായത്. അതിനുശേഷം തിരുവല്ല രൂപത ആതുര സേവനം, വിദ്യാഭ്യാസം എന്നുള്ള തലങ്ങളിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. അത് 1930 ആരംഭിച്ച കാര്യങ്ങളാണ്. അത് തുടർന്ന് ആദ്യം ഇവിടെ പുഷ്പഗിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുഷ്പഗിരി അങ്ങനെ ആതുര സേവനത്തിന്റെ തലത്തിലേക്ക് വന്നു. ആതുര സേവനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ഊന്നു നൽകിക്കൊണ്ട് സഭ 1959 ഒരു ചെറിയ വൈദ്യപരിശോധനാലയം തുടങ്ങുകയായിരുന്നു. അന്നത്തെ അരമനയുടെ ഒരു മന്ദിരഭാഗമാണ് ഇതിനായി വിട്ടു നൽകിയത്. ആദ്യ കാലഘട്ടത്തിൽ ഈ ചെറു പുഷ്പഗിരി എന്ന് പറയുന്ന ഈ കുന്ന് ചെറിയൊരു കുന്നാണ്. അതുകൊണ്ടാണ് ചെറുപുഷ്പഗിരി, ഗിരി എന്നുള്ള വാക്കും ആണ്. അപ്പോൾ ചെറുപുഷ്പം എന്ന് പറയുന്ന കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന വിശുദ്ധയുടെ പേരിൽ ഇട്ടതാണ്. അപ്പോൾ ലിറ്റിൽ ഫ്ലവർ മൗണ്ട് എന്നുള്ള പേരിൽ ഒരു ചെറിയ അരമന ആരംഭിച്ചു. ആദ്യത്തെ ബിഷപ്സ് ഹൗസ് ആണിത്. ഈ ബിഷപ്സ് ഹൗസ് 1934 ഇവിടെ നിന്ന് മാറ്റി ഇവിടെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യത്തെ ആതുര സേവനം ആരംഭിച്ചു. ആദ്യത്തെ ഹോസ്പിറ്റൽ ആരംഭിക്കുകയാണ്. 8 ബെഡോടുകൂടി ആദ്യത്തെ മദർ ആൻഡ് ചൈൽഡ് പെൺകുട്ടികൾക്കും
സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആദ്യത്തെ ആതുര സേവന പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ 8 കിടക്കുകളോടെ സ്ത്രീകൾക്കും കുട്ടികളുമായി ആരംഭിച്ച ആശുപത്രിയിലൂടെ ആതുര സേവന രംഗത്തെ തൊഴിൽ സാധ്യതകളും സഭ കണ്ടറിയുകയായിരുന്നു. സേവന തൽപരരായ കന്യാസ്ത്രീകൾക്ക് നഴ്സിംഗ് പരിശീലനം നൽകുവാൻ വിദേശ സഹായത്തോടെ ഒരു സംരംഭത്തിന് സഭ 1964 തുടക്കമിട്ടു. നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് നഴ്സിംഗ് ആണ് ആരംഭിക്കുന്നത്. അന്ന് നഴ്സസിന്റെ ആവശ്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നതി ഇത് കാരണമാകുകയും കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഈ സെൻട്രൽ ട്രാവൻകൂറിന്റെ തന്നെ നഴ്സിംഗ് വഴിയായിട്ട് ഒരുപാട് NRIs ഒക്കെ ഉണ്ടായതും ആദ്യം നഴ്സിംഗ് ആണ്. അങ്ങനെ മധ്യ തിരുവിതാംകൂറിന് മാത്രമല്ല രാജ്യത്തിനും വിദേശത്തും സേവനം നൽകാൻ കെൽപ്പുള്ള നഴ്സിംഗ് പ്രതിഭകളെ വാർത്തെടുത്ത് നൽകിയ പുഷ്പഗിരി 2 തരത്തിൽ ഒരു സാമൂഹ്യ മാറ്റം ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അതായത് ഒന്ന്, ഈ പ്രദേശത്തുള്ള ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് പുഷ്പഗിരിക്ക് സാധിച്ചു. രണ്ടാമത്തെ, ഇവിടുത്തെ പ്രത്യേകിച്ച് നേഴ്സസിന്റെ വളർച്ച അത് വിമൻ ഡെവലപ്മെന്റും വിമൻ എംപവർമെന്റിനും കാരണമായി എന്ന് പറയാം. ഒരു സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് നേഴ്സസ്, ഏതാണ്ടൊരു 4000-4500 നേഴ്സസ് ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ക്വാളിഫൈഡ് നേഴ്സസ്. അതുകൂടാതെ പാരാമെഡിക്കലായിട്ടുള്ള നേഴ്സസ്, അങ്ങനെയുള്ള പറഞ്ഞ നേഴ്സസും ഒക്കെ ഒരുപാട് പേര് ഇറങ്ങാനായിട്ട് ഇടയായി. നഴ്സിംഗ് പഠനവും ആശുപത്രിയും വിപുലമായതോടെ ജീവൻ രക്ഷാ മേഖലയിൽ മലയാളി ഭിഷഗ്വര സാന്നിധ്യം കുറവാണെന്ന സത്യം സഭയും സമൂഹവും തിരിച്ചറിഞ്ഞു. ഗവൺമെന്റ് തലത്തിൽ മാത്രം മെഡിക്കൽ പഠനം ഒതുങ്ങി നിന്ന കാലഘട്ടത്തിൽ നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിക്കുവാൻ സഭാ പുരോഹിതന്മാർ മുന്നിട്ടിറങ്ങി. നമ്മുടെ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ജൂനിയർ ഡോക്ടേഴ്സ്, അതായത് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് ഇവിടെ വരാൻ തുടങ്ങി. അവരെ അതായത് റൗണ്ട് ദ ക്ലോക്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് ഡോക്ടേഴ്സിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമ്മളിത് ഗവൺമെന്റുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകളും ചിന്തകളും ഉണ്ടായി. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സാമ്പത്തികം കൊണ്ടുപോയി അവിടെ നഴ്സിംഗ് കോളേജുകളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും പോയി സാമ്പത്തികം കൊടുക്കുന്ന ഒക്കെ രീതിയെ കുറിച്ച് ഗവൺമെന്റിനും പുതിയ ചിന്തകളും എത്തി. അതിന്റെ വെളിച്ചത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ ആപ്ലിക്കേഷൻ നമ്മളാണ് ആദ്യം കൊടുത്തത്. അങ്ങനെ 2002 ഈ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിന് പുഷ്പഗിരി ഇതൾ വിടർത്തി. സഭാ നേതൃത്വത്തിനൊപ്പം ഫാദർ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ എന്ന ദിഷ്ണാശാലിയുടെ കഴിവുറ്റ നീക്കങ്ങളും ഈ സ്വപ്ന സാഫല്യത്തിന് പിന്നിലുണ്ടായിരുന്നു. ഒരു മെഡിക്കൽ കോളേജ് വഴി സമൂഹത്തിന് പ്രാപ്തമായ ഏറ്റവും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. ഒപ്പം സമർപ്പിതമായ ഒരു ഭിഷഗ്വര സേവന സമൂഹത്തെ സൃഷ്ടിക്കുകയും. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈക്ലിക് മെത്തഡോളജിയാണ് അതിന് ഉപയോഗിക്കുന്നത്. ഹെൽത്ത് കെയർ ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഹെൽത്ത് കെയറിലൂടെയാണ് നമുക്ക് ഒരുപാട് ആളുകളെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ച് അതേ സമയത്ത് നമുക്ക് ആളുകളെ അതിന് ആവശ്യമുണ്ട്. ട്രെയിൻഡ് നേഴ്സസും ട്രെയിൻഡ് ഡോക്ടേഴ്സും അത്യന്താപേക്ഷിതമാണ്. അതാണ് എഡ്യൂക്കേഷനിലേക്ക് പോയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ ഹോസ്പിറ്റലിനെയും നമ്മുടെ ഹെൽത്ത് കെയറിനെ ഒരു ടോട്ടൽ പ്രോഗ്രാമായിട്ട് നമ്മൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാലഘട്ടത്തിനൊത്ത് ക്രമീകരിച്ച ഈ ആതുര സേവന സംരംഭം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും ആധുനിക തരത്തിൽ തന്നെ സാധാരണക്കാർക്കും തദ്ദേശവാസികൾക്കുമായി പ്രാപ്യമാക്കിയിരിക്കുന്നു. ഒരു ദിനം ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലെത്തുന്ന രോഗികളുടെ എണ്ണം കണ്ടാൽ തന്നെ അക്കാര്യം നമുക്ക് മനസ്സിലാക്കാനാകും. തികച്ചും ചിട്ടയായും ക്രമാനുസരണവും രോഗികളെ വിലയിരുത്തി അതത് ചികിത്സാ വിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് രീതി. കാഷ്വാലിറ്റി മുതൽ എല്ലാ വിഭാഗങ്ങളിലും ഉപവിഭാഗങ്ങളിലും കാലത്തിനൊത്ത സജ്ജീകരണങ്ങളും ചികിത്സാ പ്രക്രിയയും സേവനവും കണ്ടെത്തുവാനും കഴിയും. കാഷ്വാലിറ്റി തൊട്ട് OP, IPയിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ICU, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ICU
നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഹെൽത്തിന് നമ്മൾ വേണ്ടതായ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഓരോ കാര്യത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട്. 1200ഓളം കിടക്കകളുള്ള ഇവിടെ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ കാർഡിയാക്, ന്യൂറോ സർജറി വരെ നടത്തുവാനുള്ള 8ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇവിടെയുള്ളത്. 24 മണിക്കൂറും ശസ്ത്രക്രിയ നടക്കുന്ന ഇവിടെ നിതാന്ത ശ്രദ്ധയോടെ ഒരു സംഘം ഡോക്ടർമാരും പ്രവർത്തിക്കുന്നു. റോഡപകടങ്ങളും മസ്തിഷ്ക ക്ഷയവുമൊക്കെ സംഭവിച്ചെത്തുന്നവർക്കുള്ള സർജറിയും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ആദ്യം തുടങ്ങിയ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ആശുപത്രി ആധുനികതയ്ക്കൊത്ത് വളർന്നപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റും മധ്യ തിരുവിതാംകൂറിലെ ശക്തമായ ചികിത്സാ സൗകര്യമുള്ള ഒന്നായി മാറി. സ്ത്രീകൾക്കുള്ള എല്ലാവിധ രോഗങ്ങൾ പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട്. ഗർഭിണികൾക്ക് ആദ്യ മാസം മുതൽ ശ്രദ്ധയും പരിചരണവും നൽകുന്നതിനൊപ്പം പ്രസവത്തിനുള്ള സൗകര്യങ്ങളും കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. ആന്റിനേറ്റൽ കെയറിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അൾട്രാസൗണ്ട് സ്കാന്, ബാക്കി എല്ലാ ടെസ്റ്റുകളും, എല്ലാ ആധുനിക ടെസ്റ്റുകളും, അതും ആധുനികമായിട്ട് ഇപ്പോഴുള്ളത് പലതും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. നമുക്കിവിടെ എല്ലാ നോർമൽ ഡെലിവറികളും എന്ത് കോംപ്ലിക്കേറ്റഡ് ഡെലിവറികളും മാനേജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഒരു ടെർഷറി കെയർ സെന്ററാണിത്. അപ്പോൾ അതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന എല്ലാ കോംപ്ലിക്കേറ്റഡ് കേസസും നമ്മളിവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. നോർമൽ ലേബറിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻലെസ്, വേദന കൂടാതെ പ്രസവിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചില ആൾക്കാർക്ക് കൂടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പേഷ്യൻ്റെ കൂടെ ആ സമയത്ത് ഹസ്ബൻഡിനോ അമ്മയ്ക്കോ. അങ്ങനെ നമ്മളതും അങ്ങനെ സൗകര്യം പറയുന്നവർക്ക് പ്രത്യേക ഒരു അറേഞ്ച്മെന്റ് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴും ലേബർ റൂമിൽ 3 ഡോക്ടേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. സീനിയർ പേഴ്സൺസ് തന്നെ, സിസ്റ്റേഴ്സ് ഉണ്ട്. അതപ്പം നമ്മൾ ഓരോ 15 മിനിറ്റിലും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്. എല്ലാ മണിക്കൂറുകളിലും ബിപിയും ടെമ്പറേച്ചറും എല്ലാം നോക്കുന്നുണ്ട്. നവജാത ശിശുക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള നിയോനേറ്റൽ ICU കേരളത്തിലെ തന്നെ മികച്ച സൗകര്യങ്ങൾ അടങ്ങിയതാണ്. തൂക്കക്കുറവും പൂർണ്ണ വളർച്ചയും എത്താതെ ജനിക്കുന്ന ശിശുക്കൾക്ക് ശ്രദ്ധേയമായ പരിചരണം നൽകുവാൻ ഇവിടെ കഴിയുന്നു. ന്യൂബോൺ ICU എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ഫസ്റ്റ് ഡേ ഓഫ് ലൈഫ്, ജനിച്ച കുട്ടി തൊട്ട് 28 ദിവസം വരെയുള്ള പിള്ളേരെയാണ് ഞങ്ങളിവിടെ വെക്കുന്നത്. മിക്കപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറവാണ്. അവർക്ക് അമ്മമാരുടെ കൂടെ നിൽക്കാനുള്ള ശേഷിയില്ല. വെയിറ്റ് കുറവും സമയത്തിന് മുമ്പ് ഉണ്ടായതുകൊണ്ട് പക്വതക്കുറവുള്ള പിള്ളേരെ. പക്വതക്കുറവുള്ള പിള്ളേരെ നമ്മൾ ഒരു അമ്മയുടെ ഉദരത്തിൻ്റെ ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ തക്ക ഒരു നിയന്ത്രിച്ച ടെമ്പറേച്ചർ, നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ അവരെ സംരക്ഷിക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രിപ്പോ അല്ലെങ്കിൽ ഫീഡിന് നമുക്ക് വേറെ പല മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. ഫീഡ് ചെയ്യാനായിട്ട് അവർക്ക് നേരെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഈ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നെല്ലാം പലപ്പോഴും നമുക്ക് റെഫറൽസ് ആയിട്ട് കുട്ടികളെ വിടാറുണ്ട്. അവർക്ക് കെയർ വേണ്ടിയവരെ ആകാം, അങ്ങനെ വിടുന്നുണ്ട്. പലപ്പോഴും അമ്മമാരെ തന്നെ ഇപ്പം കുട്ടിയും അമ്മയും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്താൽ ഡെലിവറി ഇവിടെ നടത്തി കുട്ടിയെ ഇവിടെ അന്നേരം തന്നെ സംരക്ഷണം കൊടുക്കാൻ ഒക്കുന്ന രീതിയിൽ അമ്മമാരെ നേരത്തെ തന്നെ പല ഹോസ്പിറ്റൽസും വിടാറുണ്ട്. അതിന് പറയുന്നത് നമ്മൾ ഇൻയൂട്രോ കെയർ എന്ന് പറയും. സമീപ പ്രദേശങ്ങളിലെ ആശുപത്രിക്ക് ധൈര്യവും താങ്ങും പകർന്ന് ട്രഷറി കെയർ സൗകര്യങ്ങളുമായി നിലനിൽക്കുന്ന ഇവിടെ എല്ലാ വിഭാഗം രോഗികൾക്കും ഒരേ പരിചരണമാണ് ലഭിക്കുന്നത്. മികച്ച ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്ന നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം 50-ൽ പരം പേർക്കാണ് ഡയാലിസിസ് നൽകുന്നത്. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൗകര്യങ്ങളും. ഫിസിയോതെറാപ്പിക്ക് വിപുലമായ ഉപകരണ സംവിധാനങ്ങളോടെയുള്ള ഡിപ്പാർട്ട്മെന്റാണ് പ്രവർത്തിച്ചു പോരുന്നത്. രോഗികൾക്ക് അറിവും പരിശീലനവും നൽകുന്നതിന് സഹായികളും. രോഗനിർണയത്തിനായുള്ള എല്ലാവിധ സ്കാനിങ്ങും ലാബ് സൗകര്യങ്ങളും ആധുനികതയ്ക്കൊത്ത് തന്നെ മാറ്റിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റേഡിയോളജി വിഭാഗം മധ്യ തിരുവിതാംകൂറിന്റെ നേട്ടങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമാണ് പുഷ്പഗിരി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹൃദയ ചികിത്സാ വിഭാഗം. ഹൃദയ ചികിത്സയിൽ രാജ്യാന്തര പ്രതിഭയായി മാറിയ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ KM ചെറിയാന്റെ നേതൃത്വത്തിലേക്കാണ്
ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റിക് തുടങ്ങി ഹൃദയ സംബന്ധിയായ എല്ലാവിധ കാർഡിയോ തൊറാസിക് സർജറിക്കുള്ള സൗകര്യവും ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഹൃദയം മാറ്റിവെക്കുന്നത് പോലുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ മികവിന്റെ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഡോക്ടർ KM ചെറിയാനുമായിട്ട് ഒരു കൊളാബറേഷനിലൂടെ ചെന്നൈയിലെ KM ചെറിയാൻ, അദ്ദേഹം ഈ പ്രദേശത്തുകാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പദ്ധതിയിൽ കൂടുതൽ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമാണെന്ന് പറയുകയും അങ്ങനെ ഞങ്ങളൊരു MOU സൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കാർഡിയോളജി വിഭാഗവും കാർഡിയോ തൊറാസിക് പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഏറ്റെടുത്തതോടുകൂടി എനിക്ക് വേറൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ കേരളത്തിലുണ്ടായി. ഇപ്പൊ പല ഓപ്പറേഷൻസ് കേരളത്തിൽ ചെയ്യാത്തതും പുഷ്പഗിരി ഇതിനു മുമ്പ് ചെയ്യാത്തതും അങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള പല ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പത്തോളജി, മൈക്രോബയോളജി, ബ്ലഡ് ബാങ്കിങ്ങിന് എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കാൻ ഒക്കുമെന്ന് വിശ്വസിക്കുന്നു. ലേസർ ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞ ചർമ്മരോഗ വിഭാഗം എല്ലാ ആധുനിക കോസ്മെറ്റിക് ചികിത്സകൾക്കും സാധ്യമാകുന്നു. ഉന്നത സാങ്കേതിക വിദ്യയുമായുള്ള നൂതന ഉപകരണങ്ങൾ അതുകൊണ്ട് തന്നെ ഡെർമറ്റോളജി വിഭാഗത്തിന് കൂടുതൽ തിളക്കം നൽകുകയാണ്. അടുത്ത സമയത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ പുതിയ ലേസറാണ്. അതിൽ ഇന്ത്യയിലെ പ്രോബ്ലി ആദ്യത്തെ മെഷീനായത് ഈ മൂവിങ് ലേസർ ടെക്നോളജി എന്ന് പറയും. സാധാരണ നമ്മളിങ്ങനെ ഓരോ ഷോർട്ടായിട്ടാണ് കൊടുക്കുക. കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആണ്. എനർജി കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ പെയിൻലെസ് ആയിട്ട് നമുക്ക് ലേസർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റീജുവനേഷൻ ട്രീറ്റ്മെൻറ്റ്, ദെൻ പിഗ്മെൻറ്റ് റിമൂവൽ, പ്ലസ് ടാറ്റു അങ്ങനെ സാധനങ്ങൾ ഇതിനകത്ത് റിമൂവ് ചെയ്യാം. ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തബാങ്കാണ് അടിസ്ഥാന സൗകര്യങ്ങളെ കൂടുതൽ വിപുലമാക്കുന്നത്. ഏത് സർജറിക്കും അടിയന്തര ഘട്ടത്തിനും രക്തം നൽകാൻ പ്രാപ്തിയും സംഭരണശേഷിയുമുള്ള ബാങ്ക് ഒരു ജനകീയ കൂട്ടായ്മയോടെയാണ് പ്രവർത്തിക്കുന്നത്. മാനസിക സംഘർഷം ഏറിവരുന്ന ഇക്കാലത്ത് മനോരോഗികൾക്ക് ആധുനികവും പരമ്പരാഗതവും സമന്വയിക്കുന്ന ചികിത്സാ സംവിധാനം നൽകുന്ന പുഷ്പഗിരി ഈ രംഗത്ത് ഏറെ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ സമീപനത്തിലൂടെ യോഗയും ഔഷധങ്ങളും നൽകി മനസ്സിനെ പരിപക്വമാക്കിയെടുക്കുന്ന രീതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെന്റാണ് സൈക്യാട്രി ഇവിടെ നമുക്കുള്ളത്. നമുക്ക് 50-ലേറെ ഒരു ബിറ്റ്വീൻ 50-നും 80-നും ഇടയ്ക്ക് ബിറ്റ്വീൻ 50 and 80 ഔട്ട് പേഷ്യൻസും ഉണ്ട്. അതുപോലെ നമുക്ക് ഇൻ പേഷ്യൻസ് 40 ബെഡുണ്ട്. സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് MD സൈക്യാട്രി തുടങ്ങി ഇവിടെ ഈ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ 2011-12 അക്കാഡമിക് ഇയറിലാണ് അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ സർവീസൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരം നൂതന സംവിധാനങ്ങളുമായി ഒരു മെഡിക്കൽ കോളേജ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ വികസന കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുമ്പോൾ അക്കാഡമിക് വിഭാഗവും കൂടുതൽ കരുത്തുറ്റതും മികവാർന്നതുമായി തീരുകയാണ്. 6-ലധികം ബാച്ചുകൾ ഇതിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞ ഈ മെഡിക്കൽ കോളേജിൽ ഏറ്റവും ആധുനിക പഠന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിശാലമായ പ്രായോഗിക പരിശീലന സൗകര്യങ്ങൾ കുട്ടികൾ വിനിയോഗിക്കുമ്പോൾ ക്ലാസ് മുറികളും ഇത്തരത്തിൽ മാറ്റിയെടുത്തിരിക്കുന്നു. ഏത് സംശയവും ദൂരീകരിക്കുന്ന പ്രാക്ടിക്കൽ ലാബുകളും അനാട്ടമി വിഭാഗവും റഫറൻസ് മേഖലയുമെല്ലാം ഒരു വിജ്ഞാന വിസ്ഫോടനത്തിലേക്കാണ് വഴിചൂണ്ടുന്നത്. അത്യാധുനിക ലൈബ്രറിയും ക്യാമ്പസും ഹോസ്റ്റലുമെല്ലാം ചേരുമ്പോൾ ഒരു മാതൃകാ മെഡിക്കൽ കോളേജ് എന്ന സങ്കല്പത്തിലേക്ക് ഈ സംരംഭം മാറുകയാണ്. 2-3 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മറ്റ് ഏതെങ്കിലും ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ ഉണ്ടെന്ന് എനിക്ക് അറിവില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഞങ്ങളുടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ഭാഗങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങളൊക്കെ പലതും പറന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കമ്മ്യൂണിറ്റി
എന്ത് ചെയ്യണമെന്നും അവരെ ബോധവൽക്കരിക്കുക മാത്രമല്ല പ്രിവെന്റീവ് ഇതെങ്ങനെ തടയാൻ സാധിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായ രീതിയിൽ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ ചില പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പോകും. വിദ്യാർത്ഥികൾ മാത്രമല്ല, MBBS പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ പോയി അവർ താമസിച്ച് ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ കൂടുതൽ വിശാലമായ രീതിയിൽ അത് വ്യാപിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ ഗവേഷണ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. കാലത്തിനൊപ്പം സഞ്ചരിച്ച് ഗവേഷണങ്ങളിലൂടെ ആരോഗ്യരംഗത്തെ ദൃഢമാക്കിയെടുക്കുകയാണ് ഈ വിഭാഗത്തിന്റെ ലക്ഷ്യം. വൈറോളജി ഡിപ്പാർട്ട്മെന്റും ടിഷ്യൂ എഞ്ചിനീയറിംഗും നാനോ ടെക്നോളജിയുമൊക്കെ പ്രാവർത്തികമാക്കിയെടുക്കുന്ന ഇവിടെ ആധുനിക സാധ്യതകൾ കാലത്തിനൊത്ത രോഗചികിത്സാ സംവിധാനമാണ് തിരയുന്നത്. ഈ ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ ഞങ്ങളിവിടെ വി ആർ ഹാവിങ് എ DST പ്രോജക്ട്സ് ഓൺ പോളിലാക്ടൈഡ് മെംബ്രെയിൻ. ഒരു ആർട്ടിഫിഷ്യൽ ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ട്, ബയോളജിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ട് അത് ബേൺ ഇഞ്ചുറീസ്, വൂണ്ട് ഇഞ്ചുറീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടാണ് കമ്പാറ്റബിൾ. ഓൾസോ വി ആർ എക്സ്പ്ലോറിംഗ് ഇറ്റ്സ് യൂസ് ഇൻ ഡെന്റൽ ഇംപ്ലാന്റ്സ്. അപ്പോൾ ഈ ക്ലിനിക്കൽ സ്റ്റഡിയിൽ പേഷ്യൻസിലാണ് നടത്തുന്നത്. കാരണം ബേൺ ഇഞ്ചുറി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹീല് ചെയ്യാത്ത വൂണ്ടുകൾ, ഒരു സ്കിന്നൊക്കെ പോയിട്ടുള്ള ചില കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇതിന് ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. ഏക്കറുകൾക്കപ്പുറം വ്യാപിച്ചു കിടക്കുന്ന പുഷ്പഗിരി നിരവധി മന്ദിര സമുച്ചയങ്ങളുടെ അച്ചടക്കമുള്ള കാഴ്ച കൂടിയാണ്. വിവിധ വിഭാഗങ്ങൾ നിലനിൽക്കുന്ന ഈ ക്യാമ്പസിന് പുറത്താണ് ദന്തൽ മെഡിക്കൽ കോളേജും ഫാർമസി കോളേജും. ആരോഗ്യ വിദ്യാഭ്യാസത്തിനും സമാന്തര വൈദ്യപഠനത്തിനും ഊന്നൽ നൽകി 2004 ഫാർമസിയും 2006 ദന്തലും ആരംഭിക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിലെ ആധുനിക പഠന സൗകര്യങ്ങൾ നിരക്കുന്ന ദന്തൽ പഠന മേഖലയായും ചികിത്സാ കേന്ദ്രമായും ഇവിടം മാറിയിരിക്കുന്നു. ഏറ്റവും മികച്ച ദന്തൽ പരിചരണ സൗകര്യങ്ങളുള്ള ഇവിടെ 100ഓളം OPകളാണ് പ്രതിദിനമെത്തുന്നത്. ദന്തൽ വിഭാഗത്തിലെ എല്ലാ ചികിത്സകളും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ആധുനിക ലേസർ രീതികളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മികച്ച പഠനാന്തരീക്ഷം നൽകുന്ന ക്ലാസ് മുറികളും കുട്ടികളുടെ കഴിവിനെ പ്രോജ്വലിപ്പിക്കുന്നു. ഞങ്ങളുടെ കോളേജ് ഇവിടെ വന്നേ പിന്നെ ഡെന്റൽ സ്റ്റാൻഡേർഡ്സ് പൊതുജനത്തിന്റെ ഇടയിൽ വളരെ കൂടിയിട്ടുണ്ട്. ഒരു മെയിൻ കാരണം ഞങ്ങളുടെ പബ്ലിക് ഡെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഞങ്ങളുടെ ഒരു പബ്ലിക് ഡെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർക്കൊരു ബസ്സുണ്ട്. നമ്മുടെ സ്റ്റുഡൻസും സ്റ്റാഫും പോയി പല സ്ഥലങ്ങളിൽ പോയി ആളുകളെ ഡെന്റൽ ഹെൽത്തിനെ പറ്റി പഠിപ്പിക്കുകയും ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുകയും അവിടെ കൊടുക്കാൻ സാധിക്കാത്ത ട്രീറ്റ്മെന്റ് ഡെന്റൽ കോളേജിൽ വന്ന് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയതായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ ഒത്തിട്ടുള്ളത്. ഫാർമസി കോളേജ് തികച്ചും വ്യത്യസ്തമായ ഒരു പഠന സമ്പ്രദായമാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കുട്ടികളുടെ കാര്യക്ഷമത ഫലപ്രദമായി ഉയർത്തി സമാന്തര വൈദ്യരംഗത്ത് മുതൽക്കൂട്ടാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. പ്രാക്ടിക്കൽ ഓരോ വർഷവും ഓരോന്നാണ്. ഫസ്റ്റ് ഇയറിൽ ബേസിക് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ സബ്ജക്ട്സ്, പിന്നെ ബയോളജി ഒക്കെ ഉണ്ട്. അതിനകത്ത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 3 പേപ്പറുണ്ട്. പിന്നെ അനാറ്റമി, ഫിസിയോളജി, പിന്നെ ഫാർമക്കോഗ്നോസി, മാത്തമാറ്റിക്സ്. സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫാർമസി പ്രാക്ടീസ് ഒരു പേപ്പർ പഠിക്കാനുണ്ട്, അതുപോലെ ഫാർമക്കോളജി. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പോഷർ നമുക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അവരുടെ പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അരനൂറ്റാണ്ടിനു മുമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്കും നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം സഞ്ചരിച്ച വഴികളിലെല്ലാം നന്മയും സ്നേഹവും ശുശ്രൂഷയും വിളമ്പി ജനനന്മയ്ക്കായി നിലകൊള്ളുകയാണ്. അന്നു മുതലുള്ള നഴ്സിംഗ് പഠനത്തിലൂടെ രാജ്യത്തിന് സമ്മാനിച്ച ആതുര സേവകരുടെ എണ്ണവും മൂല്യവും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും പുഷ്പഗിരി ഇന്നും നഴ്സിംഗ് പഠനരംഗത്തെ വേറിട്ട സാന്നിധ്യമായി നിലകൊള്ളുകയാണ്. ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇവരിൽ വളരെ മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും ഇന്റർവ്യൂവിനും മറ്റുമായിട്ടൊക്കെ എപ്പോഴും പുഷ്പഗിരി നഴ്സസിനെ പ്രിഫർ ചെയ്യുന്ന
ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർ ശരിയായിട്ടും ഒരു പേഷ്യന്റിനെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് ആ ലബോറട്ടറിയിൽ അവർ പഠിച്ചതിന് ശേഷം ഞങ്ങൾ കോളേജിലും സ്കൂളിലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഹോസ്പിറ്റലിൽ വന്ന് പേഷ്യൻസിനോടൊപ്പം ആ പേഷ്യൻസിനെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഓരോരുത്തരും അവിടെ പ്രസന്റ് ആയിരിക്കും. ഒരു സ്റ്റുഡന്റ് ട്രെയിനിങ് എടുക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ സ്റ്റുഡന്റിനോടൊപ്പം തന്നെ ഞങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ആരോഗ്യരംഗത്തെ സമഗ്ര മേഖലകളിലും കൈമുദ്രണം ചാർത്തി പുഷ്പഗിരി മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ രാജ്യവികസനത്തിന് മാതൃകയാകുമ്പോൾ ദൈവത്തിന് ഭൂമിയിൽ സൗഖ്യം പകരുവാനുള്ള ഒരു ഉപകരണമായി കൂടി മാറുകയാണ്. വി കെയർ ഗോഡ് ക്യൂവേഴ്സ് എന്ന ആപ്തവാക്യത്തിലൂന്നി മുന്നേറുന്ന ഈ സംരംഭം ഒരു നോളജ് സൊസൈറ്റിയെ സൃഷ്ടിച്ചെടുത്ത് വികസനത്തിന് ആക്കം കൂട്ടുകയാണ്. വർക്ക് ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി. നമ്മുടെ ഒരു വിജ്ഞാന സമൂഹമായി തീരണം നമ്മുടെ രാജ്യം. അത് നമുക്ക് വെറുതെ ക്രമീകരിക്കാൻ പറ്റത്തില്ല. സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഒരു ഹെൽത്ത് കെയർ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. എൻ്റെ രാജ്യത്തിലും എൻ്റെ സമൂഹത്തിനും വേണ്ടി നന്മ ചെയ്യണം എന്നുള്ളതായ സ്പിരിറ്റ് നമുക്ക് വേണം. ഞാനിത് പറയുന്നത് പുഷ്പഗിരി ആ സ്പിരിറ്റാണ് കൊടുക്കുന്നത്. മുന്നിലേക്ക് വരികയാണ്. ഇന്ത്യയെ ഒരു വലിയ സമൂഹമായി തീരണം, ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി തീരണം എന്നുള്ള സ്വപ്നം. അതിന് നമ്മുടെ സമൂഹത്തെ അതുപോലെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് പുഷ്പഗിരിയുടെ വിഷൻ. ആൻഡ് പുഷ്പഗിരി അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഈ മണ്ണിൽ പിറക്കുന്ന ഓരോ മനുഷ്യനെയും കരുത്തരാക്കി സമൂഹത്തെ കർമ്മോത്സവമാക്കിയെടുത്ത് അതുവഴി രാജ്യത്തെ ഉന്നതിയിലെത്തിക്കുകയാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യമിടുന്നത്. അതിന്റെ അരുണനങ്ങൾ മധ്യതിരുവിതാംകൂറിൽ നിറയുമ്പോൾ ഈ സഭയും വൈദിക സമൂഹവും കർത്താവിനോട് കൂടുതൽ അടുക്കുകയാണ്. ദൈവവും മനുഷ്യനും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ. ഇതോടുകൂടി ഇന്നത്തെ വികസന സന്ദേശം സമാപിക്കുന്നു. കൂടുതൽ വികസന വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.